നമസ്തേ, എൻ്റെ പേര് ഹരിഹരൻ എന്നാണ്. ഞാൻ ശ്രീശൈലത്തിലെ പൂർണ്ണാനന്ദ സ്വാമി ആശ്രമത്തിൻ്റെ ഒരു പ്രധാന സേവകനാണ്. അവിടുത്തെ പ്രത്യേകത നമ്മുടെ 12 ജ്യോതിർലിംഗത്തിലെ രണ്ടാമത്തെ ജ്യോതിർലിംഗമാണ് ശ്രീശൈലം. ശ്രീശൈലത്തെക്കുറിച്ച് പറയുന്നത് ഹസ്തേ കുരംഗം ഗിരിമാദ്യരംഗം മൂർധേന്ദുഗംഗം ശ്രീശൈലലിംഗം ശിരസാ നമാമി. ശ്രീശൈലത്തെ ഒരു പ്രത്യേകത, മല്ലികാർജുനനും ബ്രഹ്മരാംബയും ഒരേ കോമ്പൗണ്ടിനകത്ത് 2 ധ്വജസ്തംഭത്തിനകത്തുള്ള ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. അതിൽ മഹാപ്രധാന ക്ഷേത്രമാണ്. എന്നാൽ പറയപ്പെടുന്നത് അഗസ്ത്യർ മുനിയുടെ അന്ന് അനന്തം കാട് എന്ന് പറയുന്നത് അഗസ്ത്യർ മുനി അവിടെ ഉണ്ടായിരുന്നുവെന്നും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മല്ലികാർജുനൻ സ്വയംഭൂ ശിവലിംഗമാണ്. അവിടെ നമ്മുടെ മധുര, തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഏഴുകട സ്ട്രീറ്റിൽ നിന്ന് ഒരു കാമേശ്വരൻ എന്ന് പറഞ്ഞ അദ്ദേഹം പൂർണ്ണാനന്ദനായി മാറിയ കഥയാണ്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അദ്ദേഹം ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. ആ ഉദ്യോഗസ്ഥൻ ഒരു കളക്ടർ ഉദ്യോഗത്തിൻ്റെ അടുത്ത് വരെ എത്തുകയും IAS കൺഫേംഡ് ആവുകയും അതോടൊപ്പം അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണം, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് സുബ്രഹ്മണ്യ ശാസ്ത്രി എന്നാണ്, അമ്മയുടെ പേര് പർവ്വതവർദ്ധിനി എന്നാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരിക്കുകയും പിതാവ് ഒരു വലിയ സംസ്കൃത അധ്യാപകനായിരുന്നു. ഇന്ന് നമ്മൾ നടക്കുന്ന തമിഴ്നാട്ടിലെ ഹിന്ദി ആ വിരോധം പോലെ അന്ന് സംസ്കൃത വിരോധം നടത്തുകയും ചെയ്ത കരുണാനിധിയുടെ ആ ഭരണ സമയത്ത് 1960കളിൽ ഇദ്ദേഹം നാട് വിട്ട് ഇദ്ദേഹം പൊതികമല എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് അഗസ്ത്യർ മലയുടെ ബാക്കിലെ പൊതികമലയിൽ തപസ്സിരിക്കാൻ പോയി. 7 വർഷത്തോളം അവിടെ തപസ്സിരിക്കുകയും അദ്ദേഹത്തിന് അതിനു മുമ്പേ അദ്ദേഹം തിരുച്ചെന്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ അല്ലെങ്കിൽ അമ്പലത്തിൽ സമുദ്രത്തിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപനയനം മാറിപ്പോവുകയും അതിനുശേഷം അദ്ദേഹം നേരെ പോയത് പൊതികമലയിലാണ്. പൊതികമലയിൽ അദ്ദേഹം 7 വർഷം തപസ്സനുഷ്ഠിക്കുകയും ബാണതീർത്ഥത്തിന് മുകളിലുള്ള സിദ്ധാസ് കേവ്, വർണാസ് കേവ്, ഇങ്ങനെ ഒരുപാട് കേവുകൾ അവിടെ ഉണ്ട്. ആ കേവുകളിൽ അദ്ദേഹം തപസ്സനുഷ്ഠിക്കുകയും തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പരമഗുരുവായ, അത് പിന്നീടാണ് പരമഗുരു, അദ്ദേഹം നേരെ ഒരു യാദൃച്ഛികമായി ഒരു അവധൂത സന്യാസിയായ രാക്കാടി ബാബ, അതായത് ജനങ്ങളാണ് രാക്കാടി ബാബ എന്ന് പറയുന്നത്, അദ്ദേഹം നിത്യാനന്ദ ഭഗവാന്റെ ശിഷ്യനായ ഓംകാരാനന്ദ, അദ്ദേഹം അവിടെ വരികയും ഇദ്ദേഹത്തിൻ്റെ കഴുത്തിൽ നാഗപ്പാമ്പ് കാണുകയും ഇതാണ് ശിഷ്യനെന്ന് പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ നിൽക്കുകയും അവിടെ തന്നെ ഒരു 7 വർഷത്തോളം അവിടെ തന്നെ തപസ് ചെയ്യുകയും ചെയ്ത ശ്രീ പൂർണ്ണാനന്ദ സ്വാമി പിന്നീട് അദ്ദേഹം നേരെ അവിടെ നിന്ന് യാത്രയായി. സ്വാമിജി ഒരു 3 പ്രാവശ്യം വരികയും സ്വാമിജി അദ്ദേഹത്തിന് ശിവ എന്ന് പറയുകയും നിത്യാനന്ദ ഭഗവാനെ ഗണേഷ്പുരിയിൽ പോയി കാണിക്കുകയും ഗണേഷ്പുരിയിൽ വെച്ച് നിത്യാനന്ദ ഭഗവാന്റെ മുന്നിൽ വെച്ച് ഇദ്ദേഹത്തിന് നാമധേയം കൊടുക്കുകയും ചെയ്തു. പൂർണ്ണാനന്ദ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ നാമധേയം. അദ്ദേഹം അവിടെ പോയ ശേഷം സിർദി സന്ദർശിക്കുകയും സിർദിയിൽ നിന്ന് അദ്ദേഹം നേരെ തിരിച്ചു വരുമ്പോൾ ഇവർ തമ്മിൽ ഈ ഗുരുശിഷ്യബന്ധം പോവുകയും നേരെ ശ്രീശൈലത്തേക്കാണ് വന്നത്. പിന്നെ ശ്രീശൈലത്തിൽ അദ്ദേഹം ഒരു 27 ദിവസം പഞ്ചാഗ്നിയിൽ തപസ് ചെയ്തു. ആ തപസ് അവിടുത്തെ ജനങ്ങൾ ഇദ്ദേഹത്തെ ഒരു ഋഷീശ്വരനാണെന്ന് തിരിച്ചറിയുകയും ഇദ്ദേഹം നമ്മുടെ ഹിമാലയം മുതൽ സേതുസമുദ്രം വരെ അവിടെ ഭുവനേശ്വരി യന്ത്രമാണ് വച്ചിരിക്കുന്നത്. ആ യന്ത്രം ഹിമാലയം മുതൽ സേതുസമുദ്രം വരെയുള്ള ഒരു ആശ്രമത്തിലും ഇല്ല. അത് അവിടെ സ്ഥാപിച്ചുകൊണ്ട് നാരദ സ്തുതിയിൽ ദേവി മഹാത്മ്യം ഇത് ചെയ്യുകയും ചെയ്തു. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അത് എല്ലാ സ്ത്രീകളുടെ തലമുറ, സ്ത്രീ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒരു മുടക്കം വരാതെ
നവരാത്രി അവിടെ നവകന്യകമാരുടെയും കന്യകാ പൂജയും ആഘോഷവും ശ്രീശൈലത്ത് പൂർണ്ണാനന്ദ സ്വാമി ആശ്രമത്തിൽ നടക്കുന്നുണ്ട്. അത് ലാസ്റ്റ് തന്നെ ഞങ്ങളൊക്കെ തിരുവനന്തപുരം വിട്ട് പോകുന്നവരല്ല, പക്ഷേ എൻ്റെയും സ്ഥിതി തിരുവനന്തപുരം വിട്ട് പോവുകയും എൻ്റെ 2 കുട്ടികളെയും ലാസ്റ്റ് നവരാത്രിക്ക് അവിടെ ഇരുത്തുകയും അങ്ങനെ ആശ്രമത്തിൻ്റെ ഒരു പദ്ധതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഒരു ഹിന്ദു സമൂഹത്തിൻ്റെ ആശ്രമത്തിലെ പദ്ധതി ഇത്രയും നന്നായി നടത്തുന്ന ഒരു ആശ്രമം പദ്ധതി വേറെ ഒരിടവും ഇല്ല. വളരെ നന്നായി 4 നവരാത്രികൾ, വസന്ത നവരാത്രി, ശരത് നവരാത്രി, ആർഷാഢ നവരാത്രി, ഗുപ്ത നവരാത്രി, ഇങ്ങനെ 4 നവരാത്രികൾ അവിടെ 4 രീതിയിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. പൂർണ്ണാനന്ദ സ്വാമിയുടെ വിശേഷത എന്ന് പറയുന്നത്, അദ്ദേഹം അവിടെ പോകുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ അമ്മയെ തിരിച്ച് കാണാൻ വേണ്ടി മധുരയ്ക്ക് അടുത്തുള്ള സാത്തൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ വരികയും ആ അമ്മ എന്നുള്ള ബന്ധം എങ്ങനെയാണോ ആദിശങ്കരാചാര്യർ എഴുതിയത് അതുപോലെ തന്നെ അദ്ദേഹം ചെയ്തിരുന്നു. വന്ന് അമ്മയെ കൊണ്ടുപോകണം എന്ന് പറയുകയും, അപ്പോൾ അമ്മ അകത്ത് കയറി വരുമ്പോൾ അമ്മയുടെ ഇദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ ചേട്ടൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അപ്പോൾ അവരോട് പറയാണ് ഒരു സന്യാസി വരുന്നുണ്ട്, ആ സന്യാസി വരുന്നെങ്കിൽ നമുക്ക് മാറി നിൽക്കണം എന്ന് പറയുകയും അവർ മാറി നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹം അകത്ത് കയറി വരുമ്പോൾ ഏതോ ഒരു സന്യാസി വന്നിരിക്കാൻ തമിഴിൽ നമസ്കരിക്കാൻ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം കൈകൊണ്ട് അടക്കി പിടിക്കുകയും നമസ്കരിക്കരുത്, ഞാൻ എന്നോട് സാമിയാക്കും, ഇപ്പോൾ സാമിയാക്കും എന്ന് പറയുകയും ചെയ്തു. അവരുടെ പേരാണെങ്കിൽ പർവ്വതവൃതിയാണ്, അവർക്ക് സംസ്കൃതം മാത്രമേ അറിയാവൂ. അവർ ഇത് കാണുകയും ഒരു ദിവസം ഇദ്ദേഹത്തെ സാത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ചേട്ടനെ കണ്ട് ഇതെല്ലാം പറഞ്ഞ് ഇങ്ങനെയെല്ലാം പറഞ്ഞ്, അപ്പോൾ ഞാനിങ്ങനെ അമ്മയെ കൊണ്ടുപോകാൻ വരുന്നു എന്ന് പറയുകയും, അതിന് സാക്ഷിയായി നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ പേര് ശങ്കരനാരായണൻ എന്നാണ്. ശങ്കരനാരായണൻ്റെ ഭാര്യയുടെ സഹോദരി സാക്ഷിയായി ഇന്നും തൃശ്ശൂർ തിരുച്ചെന്തൂരിലുണ്ട്. അവർ ഇതിനിടയ്ക്ക് ഒരു വീഡിയോ ഇറക്കിയിരുന്നു, അത് നിങ്ങളെല്ലാം കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അവർ പറഞ്ഞിരുന്നു, ശ്രീശൈലത്ത് വന്നിരുന്നപ്പോൾ പറഞ്ഞിരുന്നു, ഞാനിത് കണ്ടിരുന്നു, ഇതാണ് കാര്യം. ഇദ്ദേഹം സന്യാസിയായി പോകുന്ന സമയത്ത് തന്നെ സന്യാസത്തിൻ്റെ വസ്ത്രം കൊടുക്കുന്നത് തന്നെ ചെന്നൈയിലെ സൗത്ത് കാർ സ്ട്രീറ്റിൽ ഒരു 47ാമത്തെ വീട്ടിൽ മിസ്റ്റർ ഗണേശൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് രാക്കാടി ബാബ സന്യാസത്ത് വസ്ത്രം കൊടുക്കുന്നത്. പിന്നെ വിരാജഹോമം നടത്തുന്നത് ഗണേഷ്പുരിയിലാണ്. നിത്യാനന്ദ ഭഗവാനെ കാണുകയും നിത്യാനന്ദ ഭഗവാന്റെ മുമ്പിൽ വെച്ച് 1962 ഒരു പ്രതീക്ഷ. നിത്യാനന്ദ ഭഗവാനെ പരമേഷ്ഠി ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് തിരിച്ചു വരികയും ഇദ്ദേഹത്തിൻ്റെ പാതുക എടുത്തുകൊണ്ട് വരികയും ശ്രീശൈലത്തിൽ പിന്നെ അതിനെ സൂക്ഷിക്കുകയും ആദിശങ്കരാചാര്യർ സൗന്ദര്യലഹരിയും ശിവാനന്ദലഹരിയും എഴുതിയ ഹടക്കേശ്വരം എന്ന സ്ഥലത്ത് 27 ദിവസം തപസ്സനുഷ്ഠിക്കുകയും, അപ്പോൾ അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ഇപ്പോൾ പേര് കേട്ട സുന്നിപ്പണ്ട, അന്നത്തെ കാലത്ത് ചണ്ഡീപേട്ട എന്നാണ് പറയപ്പെടുന്നത്, ചണ്ഡി അമ്മൻ എന്ന് വെച്ചാൽ ചണ്ഡികാദേവി കറങ്ങി നടക്കുന്ന ഒരു സ്ഥലമെന്നാണ് അതിനെ പറയുന്നത്. ഇതൊരു വലിയ നല്ലമല ഫോറസ്റ്റാണ്. ഇന്ന് ഞാൻ എൻ്റെ കുടുംബമായി അവിടെ ജീവിക്കുന്നു. അവിടെ ആശ്രമത്തിനകത്ത് ദിവസവും ഒരു 100 പേർക്കെങ്കിലും അന്നദാനം കൊടുക്കുന്നുണ്ട്. ഒരു 100ഓളം പേര് പുറത്തു നിന്ന് വരുന്നവരായാലും ഭക്തരായാലും അവിടുത്തെ ഭക്തരായാലും എന്നും അവിടെ നിത്യദർശനമായി നടന്നു വരുന്നു. നിത്യമായ പൂജകൾ അവിടെ നടന്നു വരുന്നു. ഗുരുപൂജ വ്യാഴാഴ്ച നടക്കുന്നുണ്ട്. വ്യാഴാഴ്ച അവിടുത്തെ പല്ലക് സേവ എന്ന് പറയും, അതായത് നമ്മുടെ ഇവിടുത്തെ ശീവേലി, അത് നടക്കുന്നുണ്ട്. ദേവി മഹാത്മ്യത്തിൻ്റെ ഒരു ദിവസമെങ്കിലും പാരായണം ചെയ്യാതിരിക്കില്ല ഒരാളെങ്കിലും എന്ന രീതിയാണ് അവിടെ നടന്നു വരുന്നത്. ഇപ്പോൾ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിലെ ചെയർമാൻ, സെക്രട്ടറി ഇവരെല്ലാം ഉണ്ട്. ഇവരുടെ എല്ലാം സ്വദേശങ്ങൾ ആ ഭാഗത്താണ്, ഹൈദരാബാദും ആ ഭാഗത്താണ്. ഇവർക്കെല്ലാം നല്ല അനുഭവം സ്വാമിജിയുടെ ഈ ഋഷീശ്വരൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. ആ ഋഷീശ്വരനെ കൊണ്ട് സാധിക്കേണ്ടതെല്ലാം സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ, അദ്ദേഹം സന്യാസ വസ്ത്രം കൊടുത്ത നിർമ്മലാനന്ദ സ്വാമി, ശിവരാത്രിക്ക് അദ്ദേഹവും കഴിഞ്ഞ ഡിസംബറിൽ അദ്ദേഹവും സമാധിയായി. ഇദ്ദേഹത്തിൻ്റെ സമാധി വാർഷിക ആഘോഷം
തെലുങ്ക് യുഗാദിയുടെ തൊട്ടടുത്ത ദിവസമാണ്. തെലുങ്ക് യുഗാദി അമാവാസയ്ക്ക് തൊട്ടടുത്ത ദിവസം പ്രഥമയിൽ വരും. അതിൻ്റെ അടുത്ത ദിവസം ദ്വിതീയയിലാണ്, പൈങ്കുനി മാസത്തെ ദ്വിതീയയിലാണ് വരുന്നത് മലയാളം. അത് കഴിഞ്ഞാൽ അവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ നവംബർ 1-ാം തീയതിയാണ്. അത് അദ്ദേഹം ആഘോഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് ആഘോഷിക്കുന്നുണ്ട്. ശ്രീശൈലത്തിലെ വേറൊരു പ്രത്യേകത, അദ്ദേഹം തന്നെ ജീവിച്ചിരിക്കുമ്പോൾ നവരാത്രി 9 ദിവസം അവിടെ തപസ് ചെയ്തിരുന്ന അക്കമ്മാദേവി എന്ന് പറഞ്ഞൊരു അമ്മയുണ്ടായിരുന്നു. ആ അക്കമ്മാദേവിയുടെ കേവിൽ വെച്ച് നടത്തിയതായി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അക്കമ്മാദേവിയുടെ അത് ഇന്നും ഒരു ചരിത്രപരമായ വസ്തുവാണ്. അത് ജനങ്ങൾ കാണേണ്ടതാണ്. ആധ്യാത്മിക യാത്രയ്ക്ക് ഇത്ര ഭയങ്കരമായ ഈ ഋഷീശ്വരൻ നമുക്കെല്ലാം നല്ല അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. ശരിക്കും അദ്ദേഹത്തിന് പറയപ്പെടുന്നത് ഒരു സഞ്ചാരിയായ ഋഷീശ്വരനാണ്. അദ്ദേഹം ഹടക്കേശ്വരത്തിൽ നിന്ന് നന്ദി തപസ് ചെയ്ത സ്ഥലം, അതിന് പറയപ്പെടുന്നത് നന്ദികേശ്വര ടെമ്പിൾ ഉള്ള സ്ഥലത്ത് നടന്ന് അതുവരെ ഈ ദേവീ മഹാത്മ്യത്തിലെ അർഗ്കളവും ശിഖിരത്ത് വരെ നടന്ന് ദേവീ മഹാത്മ്യത്തിൻ്റെ അർഗ്കളവും രാത്രി സൂക്തവും ഒക്കെ ജപിച്ചുകൊണ്ട് വരുമെന്നാണ് ജനങ്ങൾ മനസ്സിലാക്കി. ഇദ്ദേഹം വലിയ കാവി വസ്ത്ര കൗപീനധാരിയാണ്. അതുമായി അവിടെ വന്ന് തപസ് ചെയ്ത് ഇന്ന് അവിടെ 43 പശുക്കളുടെ ഗോശാല, ഒരു വലിയ ഗാലറി, ഭുവനേശ്വരി യന്ത്രം, കാലചക്ര യന്ത്രം. നമുക്ക് എങ്ങനെയാണോ കലണ്ടർ ഉള്ളത് അതുപോലെ ദേവിക്ക് കലണ്ടറുണ്ട്. ഇത് മുഴുവൻ അദ്ദേഹം അക്ഷരം കൊണ്ട് കലണ്ടർ സംസ്കൃതത്തിൽ തയ്യാറാക്കി അതിൻ്റെ കാലചക്രവും ശ്രീചക്രവും അതിനകത്ത് വരച്ച് ആ ശ്രീചക്രവും അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ട്. അതവിടെ കാണാൻ സാധിക്കും. ഭാരതത്തിൻ്റെ ഹിമാലയത്തിൽ നിന്നുള്ള ഋഷിമാർ 43ഓളം സന്യാസിമാർ ഒരിക്കൽ വന്ന് അവിടെ നമാമി ശങ്കരം നടത്തുകയും അവർ പല കാര്യങ്ങൾ എഴുതിത്തരികയും ചെയ്തു. ഇപ്പോൾ സാധനാപരമായി അവിടെ നടക്കുന്നത് ദേവീ മഹാത്മ്യ പാരായണമാണ്. ആ ദേവീ മഹാത്മ്യ പാരായണത്തിന് അദ്ദേഹത്തിൻ്റെ അനുഭവം ഭയങ്കര അനുഭവമാണ്. അതവിടുത്തെ ഭക്തന്മാർക്ക് ഒരു 41ഓളം കുടുംബങ്ങളാണ് ഉള്ളത്. അതിനോട് അടുപ്പിച്ച് അവരെല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. ഈ 41 കുടുംബങ്ങൾ പോകാതെ ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു കുലദൈവമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ ചേട്ടൻ്റെ മകളെയാണ് കല്യാണം കഴിച്ചത്. ആശ്രമത്തിനകത്തെ പല പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഇഷ്ടകാമേശ്വരി എന്ന് പറഞ്ഞൊരു ദേവിയുണ്ട്. ആ ദേവിയുടെ വിഗ്രഹത്തിനകത്ത് പൊട്ടു തൊടുമ്പോൾ സ്കിൻ ടച്ച് ഉണ്ടാകുന്നുണ്ട്. അത് ശങ്കരാചാര്യർ അവിടെ വന്ന് പ്രതിഷ്ഠിച്ച സ്ഥലമാണ്. അത് ചെയ്ത ഒരു ഇത് മാത്രമേ ഉള്ളൂ. നാരദ സ്തുതിയിൽ ദേവി മാഹാത്മ്യം പറയുന്ന ഒരേ ഒരു സ്ഥലം, നിത്യാനന്ദ ഭഗവാന്റെ പരമ്പര സൂക്ഷിക്കുവാനും രാക്കാടി ബാബയുടെ പരമ്പര സൂക്ഷിക്കുവാനും പൂർണ്ണാനന്ദ സ്വാമിയുടെ പരമ്പര സൂക്ഷിക്കുവാനുമായി നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് അവിടെ തന്നെ ഉണ്ട്. ഇതാണ് പ്രധാനമായ കാര്യം. നിത്യാനന്ദ ഭഗവാന്റെ പരമ്പരയായ രാക്കാടി ബാബയുടെ പരമ്പരയായ ശ്രീ പൂർണ്ണാനന്ദ സ്വാമി, അദ്ദേഹത്തിൻ്റെ പരമഹംസ പരമ്പരയ്ക്കകത്ത് ഒരു പരമഹംസ പദത്തിനകത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അവരുടെ പരമ്പര ഇത്ര വലുതായി ഇന്ന് ഭാരതത്തിൻ്റെ ഹിമാലയം മുതൽ കന്യാകുമാരി വരെ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ അവർ ചെയ്ത തപസ്സുകളുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളും അവിടെ ജീവിച്ചു പോകുന്നു. അദ്ദേഹത്തിൻ്റെ തപസ് നമുക്ക് മറക്കാൻ തന്നെ പറ്റില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും അവിടെ വരണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അത്രയേ ഉള്ളൂ. നമസ്കാരം.